KPCC ആസ്ഥാനത്ത് VD സതീശൻ എത്തിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ദൃശ്യങ്ങളാണ്. കന്റോൺമെന്റ് ഹൗസിൽ നിന്നാണ് VD സതീശൻ്റെ ദൃശ്യങ്ങൾ. കന്റോൺമെന്റ് ഹൗസിൽ VD സതീശനുണ്ട്, അദ്ദേഹത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വലിയ ആവേശത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDF-നെ വിജയത്തിലേക്ക് നയിച്ച VD സതീശൻ, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ആദ്യന്തം പ്രവർത്തിച്ച UDF-നെ വിജയത്തിലേക്ക് നയിച്ച, വലിയൊരു തകർച്ചയിൽ നിന്ന് UDF-നെ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് നയിച്ച് വിജയത്തിലേക്ക് എത്തിച്ച, വലിയ വിജയത്തിലേക്ക് എത്തിച്ചു എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കന്റോൺമെന്റ് ഹൗസിലാണ് അദ്ദേഹം ഉള്ളത്, KPCC ആസ്ഥാനത്തല്ല. അദ്ദേഹം കന്റോൺമെന്റ് ഹൗസിലുണ്ട്. അവിടെയാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകർക്ക് മുന്നിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. വലിയ വിജയത്തിലേക്ക് UDF-നെ കോൺഗ്രസിനെ എത്തിച്ചതിന് ശേഷമാണ് VD സതീശൻ ഇപ്പോൾ കന്റോൺമെന്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. 92 UDF, 45 LDF, NDA 3 92 UDF. എറണാകുളം ജില്ലയിൽ വൈപ്പിനൊഴികെ മുഴുവനിടത്തും UDF ആണ് മുന്നേറുന്നത്. എറണാകുളം ജില്ലയിൽ വൈപ്പിനൊഴികെ കൊച്ചി, തൃപ്പൂണിത്തുറ, എറണാകുളം, തൃക്കാക്കര, കുന്നത്തുനാട്, പിറവം, മൂവാറ്റുപുഴ, കോതമംഗലം എല്ലാ മണ്ഡലങ്ങളിലും, വൈപ്പിനൊഴികെ മുഴുവൻ മണ്ഡലങ്ങളിലും UDF മുന്നേറുന്നു. ഇടുക്കിയിലേക്ക് വന്നാൽ ദേവികുളം, ഉടുമ്പൻചോല, തൊടുപുഴ, ഇടുക്കി, പീരുമേട് മുഴുവൻ മണ്ഡലങ്ങളിലും UDF മുന്നേറുന്നു എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ 25 വർഷമായി ഉടുമ്പൻചോല ഇടതു മുന്നണിക്കൊപ്പമായിരുന്നു. ആ 25 കാൽ നൂറ്റാണ്ടിന് ശേഷം തിരുത്തുകയാണ്. അവിടെ UDF-ന് അനുകൂലമായ വിധി ജനമെഴുതിയിരിക്കുന്നു. പാല UDF തന്നെയാണ് ഈ ഘട്ടത്തിൽ മുന്നേറുന്നത്. കടുത്തുരുത്തി UDF മുന്നേറുന്നു. വൈക്കം ഇടതു മുന്നണി നിലനിർത്തുന്നു എന്ന കാഴ്ചയാണ്. ഏറ്റുമാനൂർ ഇടതു മുന്നണിയുടെ കയ്യിൽ നിന്ന് പോകുന്നു. VN വാസവൻ ഒരു കാരണവശാലും VN വാസവനെ ഇവിടെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെയായിരുന്നല്ലോ ചർച്ചകൾ. പക്ഷേ അങ്ങനെയല്ല, തോൽപ്പിക്കുകയാണ് അവിടെ ജനം. കോട്ടയത്ത് UDF വിജയിക്കുന്നു. പുതുപ്പള്ളിയിൽ UDF ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലേക്ക് കോട്ടയം ജില്ലയിൽ പുതുപ്പള്ളിയിൽ പോകും എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അതിലേക്ക് പോകുമായിരിക്കും. ചങ്ങനാശ്ശേരിയിൽ ജോബ് മൈക്കിൾ മുന്നേറുന്നുണ്ട്. പൂഞ്ഞാറിൽ LDF മുന്നേറുന്നുണ്ട്. അവിടെ ഇങ്ങനെ മൊത്തത്തിൽ നമ്മൾ പരിശോധിച്ചാൽ കേരള കോൺഗ്രസ് മുന്നേറുന്നത് 2 സീറ്റുകളിലാണ്, ചങ്ങനാശ്ശേരിയിലും പൂഞ്ഞാറിലും. ചങ്ങനാശ്ശേരിയിലും പൂഞ്ഞാറിലുമാണ് കേരള കോൺഗ്രസ് M മുന്നേറുന്നത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്ന ഒരു കാര്യം. ചേർത്തലയിൽ LDF മുന്നേറുന്നുണ്ട്. ആലപ്പുഴ, അമ്പലപ്പുഴ, കുട്ടനാട്, ഹരിപ്പാട്, കായംകുളം മണ്ഡലങ്ങളിൽ UDF മുന്നേറുന്നു എന്നുള്ള അവസ്ഥയുണ്ട്. മാവേലിക്കര LDF വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു. മാവേലിക്കരയും ചെങ്ങന്നൂരും LDF-ന് നിലനിർത്താൻ കഴിയുന്നുണ്ട്. തിരുവല്ലയിൽ NDA മുന്നേറുകയാണ്, അനൂപ് ആന്റണി. റാന്നിയിൽ LDF ആണ് മുന്നേറുന്നത്. ബാക്കി ആറന്മുള, കോന്നി, അടൂർ, കരുനാഗപ്പള്ളി, ചവറ, കുന്നത്തൂർ എല്ലാം UDF മുന്നേറുന്നു. കൊട്ടാരക്കരയിൽ LDF മുന്നേറുന്നു, KN ബാലഗോപാൽ. പത്തനാപുരത്ത് KB ഗണേഷ് കുമാർ പിന്നിലാണ്, ജ്യോതികുമാർ ചാമക്കാല മുന്നിൽ. പുനരൂരിൽ LDF മുന്നേറുന്നു. അത് കഴിഞ്ഞാൽ ചടയമംഗലം, കുണ്ടറ. ചടയമംഗലത്ത് LDF പിന്നിലോട്ട് പോയി കേട്ടോ. ചിഞ്ചുറാണി അടക്കം പിന്നിലേക്കാണ് പോയിരിക്കുന്നത്. ചടയമംഗലം, കുണ്ടറ അത് UDF ആണ് മുന്നേറുന്നത്. കൊല്ലം, ഇരവിപുരം എല്ലാം UDF മുന്നേറുന്നു. പക്ഷേ ചാത്തന്നൂർ, വർക്കല, ആറ്റിങ്ങൽ, ചിറയൻകീഴ്, നെടുമങ്ങാട് അങ്ങനെ LDF മുന്നേറി വരുമ്പോൾ വാമനപുരത്ത് LDF-ന്റെ ഉറച്ച കോട്ടയായ വാമനപുരത്ത് സുധീർ ഷാ പാലോട് മുന്നേറുകയാണ്.